അതായത് ലൂസിഫർ എന്ന സിനിമ ഉം. വളരെ ചെറിയ ചെറിയ പടമെന്ന് പറഞ്ഞ് നമ്മൾ കാണാൻ പോയി. ഉം. പൃഥ്വിരാജ് അങ്ങനെ പറഞ്ഞ് ഉം. അതെന്ന് പറയുന്നത് അത് നമ്മളെ കൊണ്ടുവന്നൊരു ഗ്രാഫുണ്ട്. ഉം. അതായത് വളരെ പൂജ്യത്തിൽ നിന്ന് ഗ്രാഫ് കയറ്റി കൊണ്ടുവന്നിട്ട് ഉം. ഒരു 90-100 എത്തിച്ചിട്ടാണ് ആ പടം തീരുന്നത്. കുറേശ്ശെ ആക്കിയിട്ടാണ് ആ പടം തീരുന്നത്. ഓക്കെ. അത് മാത്രമല്ല, ഈ പടം കാണുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും എന്ത് പറ്റി ലൂസിഫർ എന്നൂടെ കണ്ടിട്ടാണ് പോകുന്നത്. ഉം. അപ്പോൾ ലൂസിഫർ കണ്ടിട്ട് പോകുമ്പോഴും നമ്മുടെ റഷ് എന്ന് പറയുന്ന ആ 90-100 ആ ഒരു മൈൽ സ്പീഡിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അത്രയും അങ്ങനെ ഒരു ഗ്രാഫിലാണല്ലോ ലൂസിഫർ പോകുന്നത്. നമ്മൾ ഈ പടം കാണാൻ പോയി ഇരുന്ന് നമ്മൾ കാണുന്ന ഒരിക്കലും സീറോ എന്നായിരിക്കത്തില്ല. ഈ പറയുന്ന പോലെ ഈ മൈൻഡ് സെറ്റ് നമ്മുടെ ഇരിക്കുന്ന ആ ഒരു 90 ആ ഒരു ഗ്രാഫിലായിരിക്കും, വലിയൊരു ഗ്രാഫിൽ. അപ്പോൾ ആ പടം ആ ഒരു 90 ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ഹൈ ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഹൈ ഗ്രാഫിൽ കൊണ്ടുപോകേണ്ടത് ഒരു ഡയറക്ടർ ഭയങ്കരമായിട്ട് പുള്ളിയുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതായിരിക്കും, ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്നിടത്തത്രയും അത് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ഓരോ ഫ്രെയിമുകൾ, അതുപോലെ തന്നെ ഷോട്ട് ചെയ്തിരിക്കുന്ന രീതികൾ, നമുക്ക് ഓരോ ഫ്രെയിമുകൾ കാണുമ്പോൾ അറിയാം അത് അത്രയേറെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ആ പടമൊക്കെ.